ഇപ്പോൾ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി നിലപാട് മറ്റാരും പറയേണ്ട കാര്യമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് അദ്ദേഹം നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പ്രകാശ് ബാബുവിൻ്റെ പരസ്യ പ്രസ്താവനയാണ് ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചെന്നും ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ബ്യൂറോ പറയുന്നതനുസരിച്ച് പാർട്ടിയുടെ അഭിപ്രായം സെക്രട്ടറി എന്നുള്ള നിലയിൽ തനിക്ക് പറയാൻ കഴിയും, മറ്റുള്ളവർ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുകൂടിയാണ് ബിനോയ് വിശ്വം പറയുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, പറയൂ, എന്താണ് ഉണ്ടായത്? പ്രകാശ് ബാബുവിൻ്റെ പ്രസ്താവന അദ്ദേഹത്തെ ചൊടിപ്പിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? SKN കഴിഞ്ഞ ദിവസം ചേർന്ന CPI നിർവാഹക സമിതി യോഗത്തിലാണ് ഈ നേതൃ നിരയിലെ ഒരു ഭിന്നത മറനീക്കി പുറത്തു വന്നത്. ഇതിൽ നേരത്തെ തന്നെ ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആദ്യ നിലപാടെടുത്തത് പ്രകാശ് ബാബു ആയിരുന്നു. ജനയുഗത്തിൽ ലേഖനം എഴുതിക്കൊണ്ടായിരുന്നു കടുത്ത വിമർശനം ADGP MR അജിത് കുമാറിനെതിരെ പ്രകാശ് ബാബു ഉന്നയിച്ചത്. ഈ വിഷയത്തിലടക്കം ചില അഭിപ്രായങ്ങൾ നേതൃയോഗത്തിൽ, നിർവാഹക സമിതി യോഗത്തിൽ ഉണ്ടായിരുന്നു. ഈ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറി പറയുമെന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വം സ്വീകരിച്ചത്. പക്ഷേ ഇത്തരത്തിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ലേ എന്ന് പ്രകാശ് ബാബു മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. ഈ തുടർച്ചയായി പ്രകാശ് ബാബു വലിയ തരത്തിൽ വിമർശനം ADGPക്കെതിരെ ഉന്നയിച്ചിരുന്നു. ആ ഘട്ടത്തിലൊന്നും തന്നെ ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിച്ചിരുന്നില്ല. പരസ്യ പ്രതികരണത്തിന് ബിനോയ് വിശ്വം തയ്യാറായതുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വം ഒരു പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. അതിനു മുമ്പ് തന്നെ ഇക്കാര്യം ഈ പൊതുമധ്യത്തിൽ പ്രകാശ് ബാബു തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ പാർട്ടി യോഗത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്, അല്ലെങ്കിൽ പരസ്പരം ഒരു പ്രകോപനത്തിന് കാരണമായിട്ടുള്ളത്. പാർട്ടി നിലപാട് പാർട്ടി സെക്രട്ടറി പറയുമെന്നൊരു നിലപാട് ഈ യോഗത്തിൽ ബിനോയ് വിശ്വം സ്വീകരിച്ചു. പക്ഷേ ഇത്തരത്തിലൊരു അഭിപ്രായം പറയേണ്ടേ, അത് CPI സംസ്ഥാന സെക്രട്ടറിയുടെ അന്വേഷണം അല്ലെങ്കിൽ സെക്രട്ടറിയോട് ചോദിച്ച ശേഷമാണ് ഈ ജനയുഗത്തിൽ ലേഖനം എഴുതിയതെന്ന മറുപടിയാണ് ഈ യോഗത്തിൽ പ്രകാശ് ബാബു ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ യോഗത്തിൽ ഒരു ഭിന്നത ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. SKN. ഓക്കെ, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. CPIയുടെ നേതൃതലത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്നറിയില്ല. അത് ഉണ്ടെങ്കിൽ അവർ തന്നെ തീർക്കട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം. ഇപ്പോൾ